കാരണം ഇത് കാണണമെന്ന് എനിക്ക് 220 ഉള്ളൂ. എന്നിട്ട് ഇത്രയും കൊല്ലങ്ങൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് ആ മരുന്നിൻ്റെ ഡോസ് കൂട്ടി കൊടുന്ന്. അപ്പോൾ ആ വർഷം കഴിഞ്ഞിട്ട് എത്ര കാലം ഏകദേശം മരുന്ന് വെച്ചിട്ടുണ്ടാവും? ഒരു കേസ് ജീവിതശൈലി കൊണ്ട് ആ രോഗം വന്നിരുന്നുണ്ടെങ്കിൽ ആ ജീവിതശൈലി നമുക്ക് മാറ്റാൻ പ്രേരണയും ഒരു പ്രോത്സാഹനം ആരെങ്കിലും തീരുകയാണെന്നുണ്ടെങ്കിൽ അവരെ തവളിനെ തോല് വലിച്ചിട്ട് തോലിങ്ങനെ വലിച്ചാൽ കിട്ടും. ആ രൂപത്തിൽ സെറ്റായി. ഒരാളുടെ ശീലങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസിങ് ആണ് അല്ലേ. നമ്മളെ ഹെൽത്തിൻ്റെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഡോക്ടർ നോക്കിക്കോളും, നമ്മൾ പ്രതിരോധ സംവിധാനം നോക്കിക്കോളും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയാൽ പൂർണ്ണമായിട്ടുള്ളൊരു ഹെൽത്ത് ഫ്രീഡത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാലം മരുന്ന് പിടിച്ചിരുന്നല്ലേ, കുറേ കാലം ബുദ്ധിമുട്ടുകൊണ്ട് നടന്നിരുന്നു. എന്നിട്ട് അവസാനം അസുഖം മാറി. ഷുഗർ എന്ന് പറയുമ്പോൾ ബ്ലഡിലുള്ള ഷുഗർ ലെവലിലുള്ള ആ വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു നോർമൽ ആവറേജ് റേഞ്ചിൽ നിന്ന് മാറിയിട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാവാണ്. ആ അളവിനെ എല്ലാം നോക്കാതെ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് ഷുഗർ പേഷ്യൻ്റ്? പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. ഒരു പ്രാവശ്യം പല്ല് പറിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ 220 ഉണ്ട്, 220. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇത് 220 അത്ര ഓവറൊന്നും അല്ലാന്നൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എത്ര 20-20-20-20-20-ലേറെ കൊല്ലം മുമ്പാണ്, 20-25 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നോർമൽ ആവണം, അല്ലാതെ പല്ല് പറിക്കാൻ പറ്റില്ല അറിഞ്ഞ് അങ്ങനെ അത് നോർമലാക്കാൻ വേണ്ടി ഗുളിക കുടിച്ചു. അങ്ങനെ ഗുളിക കുടിച്ച് കഴിഞ്ഞിട്ട് പല്ലൊക്കെ പറിച്ച് പിടിച്ചു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ ആ ഗുളികമ്മ തുടർന്ന് പോകാനാണ് ഗൾഫിലായിരുന്നു കമ്പനീൻ്റെ ഡോക്ടർ അഡ്വൈസ് ചെയ്തത്. പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, അങ്ങനെ മരുന്ന് അങ്ങനെ കുടിച്ചു. ഡോക്ടർ മരുന്ന് തരും, ഫ്രീ ആയിട്ട് കിട്ടണ പിന്നെ നമ്മൾ കുടിക്കും. അങ്ങനെ കുടിച്ച് കുറേ കാലം അങ്ങനെ പോയി. പിന്നെ അന്നൊക്കെ എനിക്ക് ഇതിനുള്ള മരുന്നിൻ്റെ പുറമെ അറ്റോർവ കഴിഞ്ഞിട്ട് കൊളസ്ട്രോളിനുള്ള ഗുളിക തന്നിരുന്നു. ഒരു വേറെ 1-2 ഗുളികയൊക്കെ തന്നിരുന്നു. ഗ്യാസിനുള്ള ഗുളിക, ഇതൊക്കെ കുടിക്കുമ്പോൾ ഗ്യാസ് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഗുളിക ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ഗുളികകളുണ്ടായിരുന്നു. പക്ഷേ അതിലേ നമ്മളെ ഈ ബുദ്ധിമുട്ടുകളില്ലേ, ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് അത് ബുദ്ധിമുട്ട്, ദാഹം ഉണ്ടാവും, മൂത്രം ഒഴിക്കാൻ ഉണ്ടാവും മുട്ടും എപ്പോഴും. പിന്നെ മേത്തൊക്കെ ശരീരത്തിലൊക്കെ നീര് കെട്ടുന്ന മാതിരിയുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടല്ല ഫസ്റ്റ് അല്ല ഷുഗർ കണ്ടുപിടിച്ചിട്ടില്ല. അല്ല ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ കൂടുതലൊന്നും ഇല്ല. അന്ന് എനിക്ക് കൂടുതലാണെന്ന് അറിയില്ല, കൂടുതലില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് അപ്പോൾ 220 ഉണ്ട്. മരുന്ന് കുടിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ പിന്നെ ഈ പല്ല് പറിക്കൽ ആവശ്യമായിരുന്നു, അതിന് വേണ്ടി മരുന്ന് കുടിച്ച് അങ്ങനെയാണ്ട് പേഷ്യൻ്റായി. അല്ല അങ്ങനെ കുറേ കാലം മരുന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നെ എനിക്ക് വരുന്നത് ഈ അറ്റാക്ക് വരുന്നത്. അറ്റാക്ക് വരുന്നത് ഒരു 3-4 ദിവസം മുതൽക്ക് അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അറ്റാക്കൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് എത്ര വർഷം മുന്നായിരുന്നു ഈ പല്ല് പറിച്ചത്? പല്ല് പറിച്ചത് വ്യക്തമായിട്ട് കൊല്ലങ്ങൾ ഓർമ്മ ചെയ്യാം. എന്നാലും ഒരു 5-6 കൊല്ലം അതിലധികം ഗ്യാപ്പുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ. ഇത് പറയുമ്പോൾ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഈ അറ്റാക്ക് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ 10-ലധികം വർഷം ഡിഫറൻസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മ അങ്ങനെ ശരി. ഫസ്റ്റ് പല്ല് പറിച്ച ആ ദിവസം അതൊരു 10-20 വർഷം മുന്നേ ആയിരിക്കും ആണ്, അതിലധികം ഉണ്ടാവും. അപ്പോൾ ആ വർഷം കഴിഞ്ഞിട്ട് എത്ര കാലം ഏകദേശം മരുന്ന് വെച്ചിട്ടുണ്ടാവും? ഒരു കുറേ കാലം കുടിച്ചിരിക്കണേ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ വരുമ്പോൾ ആ മരുന്നിട്ട് വരുന്നത് അത് പിന്നെ പോകുന്നത് വരെ കുടിക്കാനുള്ളതായിട്ട് വരും. പിന്നെ വരുമ്പോൾ ഡോക്ടർ അവിടുന്ന് തരും. അങ്ങനെ 25 വർഷം ഉണ്ടാവും 25 വർഷം കുടിച്ചിട്ടുണ്ടാവും. ഏതായാലും 20 വർഷത്തിൽ ഏതായാലും കുറയില്ല. അതിന് ശേഷമാണ് എനിക്ക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പം മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് ഷുഗറിന് മാത്രം മരുന്ന് കുടിക്കാൻ തുടങ്ങിയില്ല നമ്മളെ? ഷുഗറിന് മാത്രമായിട്ട് മരുന്നുണ്ടാവില്ല. ഷുഗർ കുടിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വേറെ വയറിനുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളത് ഉണ്ടാവും. ഗ്യാസിനുള്ള മരുന്നും ആ കൂട്ടത്തിലുണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മരുന്ന്, വല്ല പനിയൊക്കെ വരുമ്പോൾ പരണ്ടോളൊക്കെ മുടങ്ങണത് അതും അങ്ങനെയുള്ള മരുന്നുകളൊക്കെ വേറെ പിന്നെ ഈ കൂടി ഏതായാലും മരുന്ന് കുടിക്കല്ലേ. അപ്പം പിന്നെ ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ മാറട്ടെ വെച്ചിട്ട് അത് കുടിക്കും. അങ്ങനെ മരുന്ന് പിന്നെ സ്ഥിരം അതിൻ്റെ മുമ്പ് ഒരിക്കലും ഞാൻ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടുമില്ല. ഒരിക്കലും എന്ന് പറഞ്ഞാൽ
അങ്ങനെ ഒരു മരുന്ന് പനി ജലദോഷങ്ങളിലൊന്നും മരുന്ന് ഉപയോഗിക്കുന്ന സ്വഭാവമൊന്നും വന്നില്ല. അപ്പോൾ ഈ ഡയബറ്റിക്സിൻ്റെ മരുന്ന് കുടിച്ചതിൻ്റെ ശേഷമാണ് മരുന്നിലേക്ക് വരുന്നത്. മരുന്ന് പിന്നെ സാധാരണ എല്ലാ അസുഖത്തിനും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനന്ന് മരുന്ന് കുടിച്ച് തുടങ്ങേണ്ട രീതിയിലാണ്. എന്തുകൊണ്ട് ആ മരുന്ന് കുടിച്ചതുകൊണ്ട് ഡയബറ്റീസിന് യാതൊരു ആശ്വാസവും ഇല്ല. പിന്നെ അതിങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി മരുന്ന് കുടിച്ച് പോകണം. അപ്പം ഞാൻ ആദ്യം തന്നെ അത് ഞാൻ തുടങ്ങാൻ പാടില്ലായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ മരുന്നിൻ്റെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് അത് നിർത്താനും വയ്യ. ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാതെ നിർത്താനും പറ്റൂല എന്നുള്ളൊരു ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ മരുന്ന് കുടിച്ച് പോയിട്ട് പിന്നെ അറ്റാക്ക് ഉണ്ടായിട്ട് ഒരു പൊടി മരുന്ന് വേറെയും ആ കെയർ ഓഫിൽ രക്തം കെട്ടാതൊക്കെ ഉള്ളതും അത് ഒക്കെ പിന്നീട് എനിക്ക് മനസ്സിലായത് അത് മുഴുവൻ ക്യാൻസറിന് കാരണമാകുന്ന മരുന്നുകളാണ്. പാരസെറ്റമോളും അതുപോലെ പിന്നെ ഈ ഇതിനുള്ള മെട്രോഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗറിന് കുടിക്കുന്ന മരുന്നും മെറ്റ്ഫോർമിൻ അതൊക്കെ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള മരുന്നുകളാണ്, അവോയ്ഡ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പിന്നെ മനസ്സിലായത്. അപ്പോൾ തന്നെ ഈ മരുന്നിന് അടിമപ്പെട്ടു വരുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് ഗൾഫ് ഒഴിവാക്കി വന്നപ്പോൾ എനിക്ക് കുറേ മരുന്ന് അവിടെ തന്നയച്ചിരുന്നു. ഏതായാലും ഞാൻ ആ മരുന്ന് കഴിയുന്നത് വരെ ആ മരുന്ന് കുടിച്ച് എന്നിട്ട് ഞാൻ മരുന്ന് കൂടി നിർത്തിയിട്ട് 2-3 കൊല്ലത്തിന് യാതൊരു കുഴപ്പവും ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് അറ്റാക്ക് രണ്ടാമതുണ്ടായി. അത് ഉണ്ടായപ്പോൾ ഡോക്ടർമാരൊക്കെ ചെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിൽ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ മരുന്ന് നിർത്തിയത് എങ്ങനെ? ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണോ നിർത്തിയത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിർത്തിയാണെന്ന്. അങ്ങനെ നിർത്താൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത് അറ്റാക്ക് ഉണ്ടായത് എന്ന് അവർ പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ വീണ്ടും മരുന്ന് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും മരുന്ന് കുടിച്ച് കുറേ കാലം അങ്ങനെ പോയപ്പോഴാണ് ഈ അക്യുപഞ്ചറിൻ്റെ ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞത്. അപ്പോൾ ഈ അക്യുപഞ്ചറിന് ഞാൻ കൺസൾട്ട് ചെയ്യാൻ ചെന്നവരെ എനിക്ക് ഉറപ്പം തന്നിരുന്നത് പറ്റങ്ങളെ അസുഖം മാറുമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ മരുന്ന് കംപ്ലീറ്റ് നിർത്തുക, എന്നിട്ട് ജീവിതശൈലി മാറ്റുക. അപ്പം ഞാൻ എന്നോ മരുന്ന് മാറ്റാൻ മരുന്ന് നിർത്താൻ തയ്യാറായിക്കൊണ്ടൊക്കെ നടക്കുന്ന ആൾ തന്നെയാണ്. സ്വന്തത്തിൻ്റെ മാറ്റിയല്ലോ ഒരു പ്രാവശ്യം. അപ്പം അതിൽ കൂടുതൽ ചെയ്യേണ്ടത് ഈ 4G പാലിക്കുക എന്നുള്ളതാണ്. 4G അപ്പോൾ ആ 4G പാലിക്കാൻ തുടങ്ങി. മരുന്ന് പറ്റാൻ നിർത്തിയിട്ട് ബാക്കിയുണ്ടായിരുന്ന മരുന്നൊക്കെ വലിച്ചെറിഞ്ഞ് ഇൻസുലിൻ്റെ കുപ്പിയൊക്കെ അവിടെ തെല്ലാജിൽ വെച്ച് അങ്ങനെ 4G പാലിക്കാൻ തീരുമാനിച്ച്. പക്ഷെ തുടക്കത്തിൽ അന്ന് ഞാൻ 85-ൻ്റെ 90-ൻ്റെ ഇടയിൽ കിലോ തൂക്കമുണ്ട്. കൈയും കാലൊക്കെ നല്ല ഞാൻ വിചാരിച്ച ആ ആരോഗ്യത്തിന് നിന്ന് അതൊക്കെ ആരോഗ്യമാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വെള്ളം കൂടി ഇവർ ഈ അക്യുപഞ്ചറുകാർ അഡ്വൈസിൻ്റെ രൂപത്തിൽ ചെയ്തപ്പോൾ ഞാൻ ശരീരം മെലിയാൻ തുടങ്ങി. തുടക്കത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടേണ്ടി വന്ന്. കാരണം ഇങ്ങനെ വെള്ളം ഇഷ്ടംപോലെ കുടിച്ചിരുന്നത് അതിന് നിയന്ത്രണം വരുത്തി. ഭക്ഷണത്തിലുള്ള വെള്ളം അതിൻ്റെ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം വേണമെങ്കിൽ കുടിച്ചാൽ മതി. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനും തന്നെ മനഃപൂർവ്വം വെള്ളം കുടിക്കാതെ അങ്ങനെ നിൽക്കലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ വായൊക്കെ ഉണങ്ങി വരണ്ട് പിന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അതേപോലെ വിശപ്പും, നല്ല വിശപ്പ്. അപ്പോൾ വിശപ്പും ദാഹവും, കഠിനമായ വിശപ്പും ദാഹവും അനുഭവിച്ച് കൊണ്ടല്ലാതെ ഈ സിസ്റ്റത്തേക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. ബുദ്ധിമുട്ടാണ്. അത് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ശീലമായി കഴിഞ്ഞാൽ പിന്നെ പ്രയാസം കുറയും. അപ്പോൾ ദാഹം കുറയും. ഈ പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് ചുള്ളിരുന്ന് വിസ്മിൻ ജെല്ലി 2-3 മുറുക്കൊക്കെ ആയിട്ട് അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ദാഹം മാറും ചെയ്യും. മറ്റേത് അങ്ങനെ ബക്കറ്റ് കുടിച്ചാൽ ഒരു ബക്കറ്റ് വെള്ളമാണ് പോകുന്നില്ലാതെ ദാഹത്തിന് യാതൊരു ശമനവും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പിന്നെ അനുഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇത് നിർത്തി ഈ സിസ്റ്റത്തേക്ക് വന്നിട്ട് ഒരു 2-2.5 കൊല്ലത്തോളം അയക്കണ്. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ കുഴപ്പവും അതൊന്നും ഇപ്പം ഇല്ല. ശരീരത്തിൽ ഈ തവളിനെ തോല് വലിച്ചിട്ടായി തോലിങ്ങനെ വലിച്ചാൽ കിട്ടും. ആ രൂപത്തിൽ ഒക്കെ സെറ്റായിക്കണേ. അതേമാതിരി തൂക്കം തന്നെ 85-ൻ്റെയും 90-ൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. 70-ൻ്റെയും 72-ൻ്റെയും 73-ൻ്റെ ഒക്കെ ഇടയിലായി മാറി. അത്രയും തൂക്കം കുറഞ്ഞു. പിന്നെ വാർദ്ധക്യ സഹജമായ ചില 70 വയസ്സൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എണീച്ചാനും മറ്റേ നടക്കാനും മണ്ടാനും ഓടാനും ഒന്നും കഴിയില്ല. അതിപ്പോൾ ചെറുപ്പക്കാരമായി വശമായി കഴിയില്ല. ഇത്ര ഇതാക്കിയിട്ടും കാര്യമൊന്നുമില്ല.
അപ്പോൾ ആ ഇൻസുലിൻ 8 വർഷത്തോളം കുടിച്ചതിൻ്റെ ശേഷം നിർത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു. കാൽമ ആദ്യം അടിച്ചു, പിന്നെ കൈമക്ക് മാറ്റിയാ? ഇല്ല, കൈമക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി? അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, അത്രേ ഉള്ളൂ, അത്ര പ്രശ്നം ഉള്ളൂ അല്ലേ? ആദ്യമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു. പിന്നെ അതന്നെ ഇൻസുലിൻ മറ്റേ ഷുഗർ ലെവൽ ഞാൻ മരുന്ന് പറ്റ നിർത്തുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഡെയിലി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തു അന്നൊക്കെ പിന്നെ ഒരു 170, 180, 200 അടുത്തൊക്കെ ആയിട്ട് ഉണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഡെയിലി ഈ ഇൻസുലിനും ഒക്കെ അടിച്ച് ഗുളികയൊക്കെ കഴിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോഴും ഫാസ്റ്റിങ്ങിൽ തന്നെ ഒരു 150 മീതെ 200 ഉള്ളിലായിട്ട് ഉണ്ടായാലുണ്ട്. അതേ സമയത്ത് ഞാൻ പിന്നെ ഇത് നിർത്തിയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് പ്ലേയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. എപ്പോൾ ചെക്ക് ചെയ്താലും ആ പറ്റ മരുന്ന് നിർത്തിയതിന് ശേഷം 300 മേലേക്ക് എനിക്ക് പോയിട്ടില്ല, 300 മേലേക്ക് പോയിട്ടില്ല. അപ്പം എനിക്ക് അന്ന് മനസ്സിലായി ഇത് ഞാൻ ഇതുവരെ കുടിച്ചത് മരുന്നൊക്കെ വെറുതെ ആയിരുന്നു. കാരണം ഇത് കാണണമെന്ന് എനിക്ക് 220 ഉള്ളൂ. എന്നിട്ട് ഇത്രയും കൊല്ലങ്ങൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് ആ മരുന്നിൻ്റെ ഡോസ് കൂട്ടി കൊടുന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഡോസ്, ഈ പറഞ്ഞ ഡോസിലെത്തുന്നത്. ഇൻസുലിനും ഗുളികയും ഒക്കെ പാടുള്ള 1000 mg മറ്റേ എന്താണ് നിങ്ങൾ പറഞ്ഞ ഗുളിക? മെറ്റ്ഫോർമിൻ. അത് 1000 mg ആണ്. അത് രാവിലെ ഒന്ന്, വൈകുന്നേരം ഒന്ന്, അതിൻ്റെ മുമ്പൊന്ന്, പിന്നെ ഒന്ന് വേറെ ഗുളിക. ഇങ്ങനെയൊക്കെ കൂടി ഗുളികയും ഈ ഇൻസുലിനും ഒക്കെ അടിച്ചിട്ടും എനിക്ക് 200 താഴെ 170, 180, 160, 150 കീപ്പിട്ട് പോന്നിട്ടില്ലെങ്കിൽ നിർത്തിയതിന് ശേഷം എന്താ പാട് നോക്കണ്ടേ? അപ്പോൾ അതിന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 2-3 പ്രാവശ്യം ഒരു ഇടവിട്ട് 2 ആഴ്ച 3 ആഴ്ച മാസം ഇടവിട്ടൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 300 മേപ്പെട്ട് പോണില്ല. അപ്പം അതിൻ്റെ അർത്ഥം എനിക്ക് ഷുഗറിൻ്റെ അസുഖമില്ല എന്നാ. ഞാൻ അസുഖമില്ലാതെ വെറുതെ ഇരുന്ന് ഷുഗറിന് ഈ കണ്ട മരുന്നൊക്കെ കയറ്റിയെന്നതെന്ന് അപ്പം എനിക്ക് ബോധ്യമായി. അപ്പോൾ ഒരു അസുഖമില്ലാതെ പല്ലൊരുക്കാൻ ചെന്നപ്പോൾ ഈ അളവിനെ മാത്രം ബേസ് ചെയ്തിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയിലും മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ മരുന്ന് കാരണം വേറെ കുറേ മരുന്നുകളും വന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെയും. എന്നിട്ട് അവസാനം ഒരു അറ്റാക്ക് വന്നു, രണ്ടാമത്തെ അറ്റാക്ക് വന്നു. അതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഈ മരുന്ന് കുടിച്ചിരുന്ന ആ ടൈമിൽ മുഴുവൻ മനസ്സമാധാനം, ശാരീരിക സൗഖ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മരുന്ന് നിർത്തിയിട്ട് ഒരു അക്യുപഞ്ചർ, സിംഗിൾ പോയിന്റ് അക്യുപഞ്ചറിലേക്ക് വന്നപ്പോഴാണ് മറ്റേ പോവുകയാണെങ്കിൽ ഈ മരുന്നിൻ്റെ പൊതിയേറ്റ് പോകണ്ടേ? അതെ, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ മരുന്ന് കുടിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ? മരുന്ന് നിർത്തിയതിൻ്റെ ശേഷം എങ്ങനെയായിരുന്നു മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ? അതൊരു ഒരു കുഴപ്പമില്ല. മാനസികമായിട്ട് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിലും മാനസികമായി വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല എനിക്ക്. പിന്നെ ഇത് ഈ ഇതിലേക്ക് കടന്നതോടെ പിന്നെ മറ്റേത് മറന്നു, മരുന്ന് കുടിച്ചിരുന്ന സിസ്റ്റം തന്നെ മറന്നു. പിന്നെ ഷുഗർ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ വേറെ ഉണ്ട് എന്നുള്ള വേജാറോ അതിനെപ്പറ്റി ചിന്തിക്കണ പരിപാടിയില്ല. പിന്നെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ പകലുറക്കൊക്കെ വളരെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ച് ഇരുന്നുറങ്ങിയിട്ടും അങ്ങനെ കൂടി രാത്രി കിടന്ന ഉറക്കം വരില്ല. രാത്രി 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് കിടന്നാലും ഉറക്കം വരില്ല. അങ്ങനെയൊക്കെ പിന്നെയാണെങ്കിൽ 12 മണി 12:30 1 മണി ഏറിയാൽ അപ്പോഴത്തിന് ഉണരും ചെയ്യും, കഴിഞ്ഞുറക്കം. രാത്രി അത്രേ ഉറക്കമുള്ളൂ. പിന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പകലുറങ്ങണം, പകലുറങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. മൊത്തത്തിൽ ഇല്ല ഒന്നുമില്ല. ഒരു ടെസ്റ്റും ചെയ്യലില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പിന്നെ വെള്ളം ഇതൊക്കെ കുറവ് തന്നെയാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ വെള്ളം അധികം ആലുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാലും അത് പെട്ടെന്ന് അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് മുമ്പത്തെ പോലെ അതിക്ക് പോർജിക്കാൻ മടങ്ങും ചെയ്യും. അപ്പോൾ ആകപ്പാടുള്ള പ്രശ്നം ഇപ്പോൾ വരുന്ന അസുഖങ്ങൾ സാധാ പനി, ജലദോഷം, കഫ്കെട്ട്, അതൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നതാണ്. മൂക്ക് കൂടി വലിച്ചിലൊക്കെ അത് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടക്കിടക്ക് അത് എപ്പോഴെങ്കിലുമൊക്കെ, അത് മുമ്പത്തെ അത്ര ഇല്ല. എനിക്ക് ഈ കഫക്കെട്ട് വേറുള്ളത് ഖുർആൻ ഓതാൻ വയ്യായി. ഇത് അങ്ങനെ മുമ്പ് അങ്ങനെ തന്നെ സ്ഥിരം ഈ കഫം കെട്ടിയിട്ട് ഖുർആൻ ശരിക്കും ഓതുന്നില്ല. കുറച്ച് ഓതുമ്പോഴത്തേന് ശ്വാസം ബുദ്ധിമുട്ടും അതും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഖുർആൻ നീട്ടി ഓതുമ്പോൾ അങ്ങനെ
ഇപ്പം ആ വക കുഴപ്പമൊന്നുമില്ല. ആ ഇപ്പം മൂക്കടച്ചാൽ ആവി പിടിച്ചും ബസ്, വേറെ ഒന്നും ചെയ്യൂല. അപ്പോൾ ആവി പിടിച്ചപ്പോൾ തന്നെ കുറേ അതും അധികമായാൽ നല്ലതല്ല ആവി. അപ്പോൾ കുറച്ച് ആവി പിടിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കഫൊക്കെ ഇളകി പോരാൻ തുടങ്ങിക്കണമെന്നുണ്ട് തന്നെ പിന്നെ ആവി പിടി നിർത്തും. അപ്പോൾ അത് ഇളകി പോരാളുണ്ട് പോരും അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഏതെങ്കിലും ഏത് ആരോഗ്യ പ്രശ്നമായാലും ശരി അലോപ്പതി ഫോളോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ? എന്നെ സംബന്ധിച്ചില്ല. കാരണം എനിക്കിപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ആൾക്കാർ ഈ മരുന്നിൻ്റെ പിന്നാലെ പോണത് മരിച്ചു എന്നുള്ള പേടിയാണ്. ജീവനപ്പേടി എന്നറിയില്ലേ, അതാണ്. അത് ജീവൻ നമ്മൾ ഉണ്ടാക്കണമല്ല, നമ്മൾ എടുക്കണമല്ല. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു അവകാശവും അധികാരവും ഇല്ല. അത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് മരുന്നുണ്ടാവും, അത് കുടിച്ചാൽ ശമനം കിട്ടും. പക്ഷേ അങ്ങനെ ശമിപ്പിക്കുമ്പോൾ അത് വേറെ രൂപത്തിൽ ഇങ്ങനെ പ്രയാസവും ബുദ്ധിമുട്ടുമായിട്ടാണ് വരുന്നത്. അല്ല, ഈ ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് കുറേ പേര് ബുദ്ധിമുട്ടുണ്ട് മരുന്നായിട്ട്. അവർക്ക് മരുന്ന് നിർത്തിയാൽ എന്താവും എന്നുള്ള പേടി. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഷുഗർ മരുന്നൊക്കെ നിർത്തിയിട്ട് സുഖമായിട്ട് ഇതല്ലേ? ഒരു ഷുഗർ എന്ന് പറഞ്ഞൊരു അളവിനെ മാത്രം ഫേസ് ചെയ്തിട്ടാണ് ആൾക്കാർ മരുന്ന് കുറിച്ച് തുടങ്ങുന്നത്. മരുന്ന് മനസ്സിലായത് ഇതിൻ്റെ അസുഖമുള്ള ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഷുഗർ പ്രായത്തിനനുസരിച്ച് ശരീരത്തിൽ ഷുഗറിൻ്റെ ആവശ്യം തന്നെ കൂടും. ഒരു ചെറിയ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു 10, 15, 35, 40 വയസ്സായ മനുഷ്യൻക്കുള്ള ആ ഒരു ഷുഗർ ശരിക്കും മതിയാവില്ല. ഈ ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസാണ്, എനർജി അല്ലേ. അപ്പോൾ അത്ര എനർജി മതിയാവില്ല ഇയാളെ ശരീരത്തിന്. അതിലേറെ ശരീരത്തിലേക്ക് എനർജി ചെല്ലേണ്ടി വരും. അപ്പോൾ അത് ഷുഗറിൻ്റെ രൂപത്തിലാണ് ഈ എനർജി നമ്മളെ ശരീരത്തിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്ലൂക്കോസൊക്കെ കൊടുക്കണത് പഞ്ചസാരയിലല്ലേ. അപ്പോൾ അത് ഇതിന് അളവ്, അപ്പോൾ ഇത് കുറച്ച് അളവിൽ കൂടിയെന്ന് വിചാരിച്ചാൽ അപ്പത്തിന് ബേജാറാ നിൽക്കരുത്. ഗ്ലൂക്കോസിൻ്റെ അങ്ങനെ മാറി മാറി നിൽക്കും, അളവുകളൊക്കെ ഇങ്ങനെ മാറും. ഈ ഗ്ലൂക്കോസ് സത്യത്തിൽ അത് എനർജിയാണ് സാധനം. അങ്ങനെ എനിക്ക് മനസ്സിലായത്. മനുഷ്യന് എനർജി അത് ഗ്ലൂക്കോസ് കൂടി പഞ്ചസാര കൂടി തന്നെയാണ് കിട്ടുന്നത്. എല്ലാ ഭക്ഷണ സാധനത്തിലും ഉണ്ട് ഇത് പഞ്ചസാരൻ്റെ അളവ്. അത് കൂടുതലും കുറവുണ്ടാവുന്നേ ഉള്ളൂ, എല്ലാറ്റിലും ഉണ്ടാവും. തീരെ ഇല്ലാത്ത എന്താണ് സവാളേറ്റേ ഉള്ളൂ, തീരെ പഞ്ചസാര ഇല്ലാത്ത. അങ്ങനെ വളരെ അപൂർവ സാധനങ്ങളിലേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഞാൻ പഞ്ചസാര ഉപയോഗിക്കൽ കുറേ മുമ്പേ നിർത്തി. പിന്നെ ശർക്കര ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ശർക്കരയും നിർത്തി. അതേ സമയത്ത് ഞാൻ ഫ്രൂട്ട് എന്തൊക്കെ മധുരമുള്ള സാധനങ്ങളുണ്ടോ ഒക്കെ തിന്നും ചെയ്യും. അത് ഷുഗർ ഉണ്ടായിരുന്നപ്പോഴല്ലേ? ഇപ്പോഴും അല്ല, ഇപ്പോൾ പഞ്ചസാര കഴിക്കലില്ല. ഇല്ല, ഇപ്പം മധുരം കഴിക്കലില്ല. മധുരം ഈ നാച്ചുറൽ മധുരമല്ലേ. ഇപ്പോൾ ഈ ആപ്പിൾ, പഴം, അത് ഇതൊക്കെ പഞ്ചസാര ഉണ്ടല്ലേ. പിന്നെ സ്വീറ്റ്സ് കഴിക്കലില്ല. സ്വീറ്റ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഞാൻ കഴിക്കും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും പിന്നെ ഉണ്ടാവില്ല. തേൻ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമൊന്നുമല്ല. തേനിൻ്റെ മധുരം എനിക്ക് മധുരമുള്ള ചില മിഠായികളോ വേറെ ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ തിന്നും. തേൻ ഞാൻ കുടിക്കൂല എന്നല്ല, എനിക്ക് അങ്ങനെ എപ്പോഴും തേൻ കുടിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക, ക്ഷീണം വരുമ്പോൾ റെസ്റ്റ് എടുക്കുക. വേറൊന്ന് പറയാൻ, ഞാൻ എൻ്റെ ഷുഗറിൻ്റെ ഇത് ഞാൻ സ്വയം ഒരു കൺട്രോളിങ് ഉണ്ട് എൻ്റെ അടുത്ത്. കാരണം ഞാൻ അരി ഭക്ഷണം, ഗോതമ്പ് ഭക്ഷണം, ധാന്യ ഭക്ഷണങ്ങളൊക്കെ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യും. ചോറ്, ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് അങ്ങനെ ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടമല്ലാതായിരിക്കണം. അത് ഒഴിവാക്കും. നല്ല കൂട്ടാനോ പച്ചക്കറി ഉപയോഗിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എനിക്ക്. അത് കാരണം മനസ്സതിന് സെറ്റായി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചോറുന്നാതൊന്നും ആർക്കും ജീവിക്കാൻ കഴിയില്ല മലയാളിക്ക്. ഉറക്കത്തിൻ്റെ ടൈമിങ് അതാണ് പ്രശ്നം. 9 to 3 അല്ലേ? 9 to 3 ഇല്ല, 2:30. 9 to 2:30. അത് തന്നെ 9 മണിക്ക് തന്നെയാണ് ഉറക്കം വരില്ല. കിടന്നിരിക്കാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിട്ടൊക്കെയാണ് ഉറങ്ങുക. ചിലപ്പോൾ 10, 10:30 ആവും ഉറങ്ങാൻ. എങ്ങനെ ഉറങ്ങിയാലും ഈ 12 മണി അല്ലെങ്കിൽ 1 മണി, 2 മണി, 2:30 അപ്പുറത്തേക്ക് ഈ 2 മണിയുടെ ഇടയിൽ 1-2 പ്രാവശ്യമൊക്കെ നീക്ക് ഉണരും. പിന്നെ ഉറങ്ങാൻ കഴിയില്ല, അത്ര മതിയാവും ചിലപ്പോൾ. അത് റെഗുലറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. പക്ഷേ പിന്നെ പകലൊക്കെ നല്ല ഉറക്കം വരും. പകലൊക്കെ ഭക്ഷണം കഴിക്കാത്ത സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് ഉറങ്ങും, പോവും. നമ്മളിപ്പോൾ ഈ സംഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മരുന്ന് നിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് മരുന്ന് നിർത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാവോ,
അവരുടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന മരുന്നിൽ നിന്നാണെന്നുള്ളൊരു അവയർനെസ് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. പിന്നെ അവർക്ക് ധൈര്യമായിട്ട് നിർത്താനും. ഇപ്പോൾ ഷുഗർ മാറിയ ആൾക്കാർ കണ്ടാൽ അവർക്കൊരു സമാധാനമാവുമല്ലോ. ഇപ്പോൾ ഇത് മാറും, ഇതൊരു അസുഖമല്ല, ഇത് വെറുതെ നമ്മൾ തന്നെ മരുന്നുകൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണെന്ന് മനസ്സിലാക്കിയാൽ മാറുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അളവ് നോക്കുമ്പോഴൊക്കെ അധികമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ അധികം നമ്മളെ ശരീരത്തിന് ആവശ്യമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത്ര ഷുഗർ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ ചില പേഷ്യൻസിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഒരു കണ്ണി ഈ മാങ്ങ അതൊക്കെ കണ്ടമാനം തിന്നാൽ 600 വരെയൊക്കെ ഉയരുന്നു. അത് സാധാരണ ഉള്ള ഈ ഡയബറ്റീസ് പേഷ്യൻസിനൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. അത് എനിക്കെൻ്റെ അനുഭവത്തിൽ മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ടെസ്റ്റിങ് നമുക്ക് പാടെ ഒഴിവാക്കാം. കാരണം അത് നമ്മളെ ബേജാറാക്കൽ കൂട്ടേ ചെയ്യുള്ളൂ അല്ലേ. ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കാണുമ്പോൾ നമ്മളെ മൈൻഡ് ഇങ്ങനെ മാറും. അതിൻ്റെ പേടിയും കാരണം ഇനിയിപ്പോൾ ഒന്ന് നോക്കണമെന്ന് അറിയും. അപ്പോൾ നോക്കണമെങ്കിൽ അപ്പോൾ അവിടെ പോകണം. അതിന് പൈസ ചിലവാക്കണത് വേറെ. എന്നിട്ട് കൂടിക്കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ അസ്വസ്ഥത അത് വരുത്തുമ്പോൾ തന്നെ നമ്മൾ പോയിക്കാണ്ട് പിന്നെ അപ്പം തന്നെ വേറെ ഒരുത്തുള്ളിൽ പോയി ആ വ്യത്യാസം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല. ഒരേ 2 ലാബിൽ ചെന്നാൽ രണ്ടും 2 റീഡിങ് ആയിരിക്കും. അതൊക്കെ നമുക്ക് അനുഭവം ഒരുപാട് ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്വന്തം കയ്യിൽ ഈ മെഷീൻ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് കുത്തിയിട്ട് രണ്ടാമതൊന്നും കൂടി കുത്തി അവിടെ വ്യത്യാസമുണ്ട്. ഉറച്ച് നിൽക്കണില്ല. എന്താ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ എങ്ങനെ ഇതിൽ അളവ് വ്യത്യാസപ്പെടുക. അപ്പം അതൊക്കെ പൊട്ടത്തരാണെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു ചെക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റൊക്കെ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമായി പോയാൽ ഓല ആ ഒരു രീതിയിൽ അങ്ങനെ പോകും. ആശുപത്രിയിൽ പോകാതെ വെക്കുക. അതുപോലെ നമ്മളെ സ്വയം കൊണ്ടുപോയി കൊടുക്കണ്ട. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വലിയ ബുദ്ധിമുട്ട് മേജർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ പോകാമെന്നല്ലാതെ വെറുതെ ഈ ആശുപത്രീൻ്റെ ജനലിൽ കണ്ട് ഡോക്ടറെ കണ്ട് രോഗം മാറുന്ന സോക്കട് അത് നിർത്തേണ്ടതാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഡോക്ടർ, നമ്മുടെ ഉള്ളിലൊരു പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഡോക്ടർ ഇൻസൈഡേഴ്സ് ഉണ്ട്. അതിനെ മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. അതെന്നെ മതി. അല്ലാതെ നമ്മളെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് മുഴുവൻ വേറെ ആളുടെ കയ്യിൽ അതിനൊക്കെ ഈ മനസ്സ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം, ബേജാറാവരുത്. അതെ, ഈ അറിവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ നമ്മൾക്ക് വരുന്ന അസുഖങ്ങൾ നമ്മളതിനെ വരുത്തി ആദ്യം മനസ്സിലാക്കേണ്ടത് ബേജാറായിട്ട് കൊടുക്കാൻ പോകാൻ കഴിയില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നില്ലേ പോകണം. അതിന് ബേജാറായിട്ടൊന്നും കാര്യമില്ല. ബേജാറായവനും പോകും, അല്ലാത്തവനും പോകും. എന്തിനാ ബേജാറാണ്? വെറുതെ എന്തിനാ കുത്തിക്ക് എൻ്റെ പൈസൻ്റെ നഷ്ടം, വേറെ നഷ്ടം, എന്തെല്ലാം നഷ്ടങ്ങളാണ്. അങ്ങനത്തെ ഒക്കെ ഘട്ടം വരികയാണെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് പോകാമല്ലോ. ഒരു കംപ്ലീറ്റ് ഒരു മെഡിക്കൽ ഹെൽത്ത് ഫ്രീഡം നമുക്ക് ഇതുകൊണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ. അതായത് അല്ല, അത് അക്യുപഞ്ചറാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തന്നത്. അതാണ് ഇപ്പോൾ. അതെ അതെ, നമുക്ക് നേരത്തെ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. തിന്നുക പറയുക. അതായത് നമ്മളെ ഒരാളുടെ ശീലങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസിങ് ആണ് അല്ലേ. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. ഒരാളെ ശീലങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിതശൈലി കൊണ്ട് നമുക്കുണ്ടായ ഒരു രോഗം അല്ലെങ്കിൽ നമ്മൾ ആ അളവിൻ്റെ വ്യത്യാസം കാരണം നമുക്കുണ്ടായ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മൾ രോഗിയാണ് തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥയിൽ പിന്നെ നമ്മൾ ആ ജീവിതശൈലി ഇൻകേസ് ജീവിതശൈലി കൊണ്ട് ആ രോഗം വന്നിരുന്നുണ്ടെങ്കിൽ ആ ജീവിതശൈലി നമുക്ക് മാറ്റാൻ ഒരു പ്രേരണയും ഒരു പ്രോത്സാഹനം ആരെങ്കിലും തീരുകയാണെന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട്, നല്ലൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. കാരണം ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഡ്രഗ് എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള നമ്മൾ പൂർണ്ണമായിട്ടും മരുന്നിൻ്റെ ആ അഡിക്ഷൻ ഒഴിവായി, അതുപോലെ തന്നെ ആ മരുന്ന് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിൽ നിന്നും നമ്മൾ പതുക്കെ റിക്കവർ ചെയ്ത് ഇപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഹാപ്പി ലൈഫ്, ഒരു അടിപൊളി ആരോഗ്യകരമായിട്ടുള്ള ജീവിതം, മെൻ്റലി പേടി തീരെയില്ല. ഇനി ഒരു അസുഖം വരുന്നുള്ള പേടിയില്ല. അതുപോലെ തന്നെ ഉള്ള അസുഖം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്തു. ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഒരു ഹെൽത്ത് ഫ്രീഡം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹെൽത്തായാലും 2 സാധനങ്ങൾ എല്ലാവരും കെയർ ചെയ്യും, ഹെൽത്തും സമ്പത്തും. അതിപ്പോൾ ഏതൊരു ഇൻഡിവിജ്വലിനും ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സമ്പാദ്യം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫിനാൻസും ഹെൽത്തും എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഹെൽത്തിലൊരു ഫ്രീഡം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് മൊത്തത്തിലൊരു ഭയങ്കര ഒരു ഫ്രീഡം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ സമ്പത്തും നമ്മളെ ആരോഗ്യം
മറ്റുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ അടിയറവ് വെക്കേണ്ട ആവശ്യമില്ല നമ്മളെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് എന്നുള്ളത്. നമ്മളെ ഹെൽത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളെ ഹെൽത്തിൻ്റെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഡോക്ടർ നോക്കിക്കോളും, നമ്മുടെ പ്രതിരോധ സംവിധാനം നോക്കിക്കോളും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയാൽ പൂർണ്ണമായിട്ടുള്ളൊരു ഹെൽത്ത് ഫ്രീഡത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഏകദേശം മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ മനസ്സിലാക്കണം? ഇൻഷാ അല്ലാഹ്. പാടില്ലല്ലോ. ഓക്കെ, അന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.